Greetings from Kindergarten at Bethesda in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഈ ഞായറാഴ്ച നാം പഠിക്കുവാൻ പോകുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. ബാപ്റ്റിസം, ബോൺ ഫ്രം അബവ്, അഥവാ ഉന്നതത്തിൽ നിന്നുള്ള പിറവി. ഉയരത്തിൽ നിന്ന് ജനിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള പുനരുജ്ജീവനമാണ്. എ സ്പിരിച്വൽ റീബർത്ത് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ദിസ് സ്പിരിച്വൽ റീബർത്ത് ഈസ് നെസസറി ടു ഹാവ് എ സ്പിരിച്വൽ നേച്ചർ ഇൻ ഓർഡർ ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നാം ആത്മസ്വഭാവമുള്ളവരായിരിക്കണം, സ്പിരിച്വൽ നേച്ചർ ഉള്ളവരായിരിക്കണം. നമ്മുടെ ജഡീക സ്വഭാവം അത് നാം ഉപേക്ഷിക്കണം. ജഡീകരായി നാം ജീവിച്ചുകൂടാ. നമ്മുടെ ആ ജഡസ്വഭാവം, ആ കാർണൽ മൈൻഡ് നാം രൂപാന്തരപ്പെടുത്തണം. എ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് കൺവേർഷൻ, ഇതാണ് മാനസാന്തരം. നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് ഇത് സാധ്യമാകുന്നത്. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിലെ ആ നന്മ, ആ സ്വഭാവം നമ്മിലേക്ക് വരികയാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ രക്ഷണ്യ പ്രവൃത്തിയിൽ നാം വിശ്വസിക്കണം. അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, നമ്മിൽ രൂപാന്തരം ഉണ്ടാക്കും, നമ്മിൽ ക്രിയ ചെയ്യും. നാം ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെ നമ്മെ രൂപാന്തരപ്പെടുത്തും. അത് നമ്മെ നയിക്കുന്നത് നിത്യജീവനിലേക്കാണ്. നമുക്ക് നിത്യജീവൻ ലഭിക്കും, നിത്യസമാധാനം ലഭിക്കും. നിത്യരാജ്യത്തിൽ നാം യേശുവിനോടൊപ്പമുള്ള ആ കൂട്ടായ്മയിലായിരിക്കും. ഒരിക്കൽ ഒരു പരീശ പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് എന്താണ് ചോദിച്ചത് എന്ന് നാം അവിടെ കാണുന്നില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ അവൻ കടന്നു വന്നു. പകൽ സമയത്തായിരുന്നില്ല കടന്നു വന്നത്, അവൻ വന്നത് രാത്രിയിലായിരുന്നു. കാരണം ആ വ്യക്തി പരീശ പ്രമാണിയായിരുന്നു, ജൂവിഷ് കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു, ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അതുകൊണ്ട് പകൽ സമയത്തെങ്ങും വരാതെ, ആരും കാണാതെ രാത്രി സമയത്താണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. എന്തായിരുന്നു ഈ പരീശ പ്രമാണിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ യേശു അത് വെളിച്ചത്ത് കൊണ്ടുവന്നു. യേശുവുമായുള്ള ആ സംഭാഷണ മധ്യേ യേശു തന്നെ ഈ പരീശ പ്രമാണിയുടെ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവന്നു. ഈ പരീശ പ്രമാണിയുടെ പേര് നിക്കോദിമോസ് എന്നായിരുന്നു. നമുക്ക് വായിക്കാം. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 1-11. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല
കാണുവാൻ പോലും കഴിയുകയില്ല എന്നാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്. വേഴ്സ് 4. നിക്കോദീമോസ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് യേശുവിനോട്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? നമുക്ക് ഈ വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. Now there was a man of Pharisees named Nicodemus, a member of the Jewish ruling council. He came to Jesus at night and said, Rabbi, we know you are a teacher who has come from God. For no one could perform the miraculous signs you are doing if God were not with him. In reply, Jesus declared, I tell you the truth, unless a man is born again, he cannot see the kingdom of God. How can a man be born when he is old? Nicodemus asked. Surely he cannot enter a second time into his mother's womb to be born. Then Jesus answered, I tell you the truth, unless a man is born of water and spirit, he cannot enter the kingdom of God. Flesh gives birth to flesh, but the Spirit gives birth to spirit. You should not be surprised at my saying, you must be born again. The wind blows wherever it pleases. You hear its sound, but you cannot tell where it comes from or where it is going. So it is with everyone born of the Spirit. ഉയരത്തിൽ നിന്ന് ജനിക്കുക. Born from above means this new birth originates from heaven and it leads to a heavenly life. A radical transformation. A complete change of self, principles, affections, aims, etc. സമൂലമായ ഒരു പരിവർത്തനമാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. അങ്ങനെ സമൂലമായി പരിവർത്തനം ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ, അഥവാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, born again is to begin anew. It is not about patching up the old self. It is about to begin from the foundation. എന്താണ് ആ ഫൗണ്ടേഷൻ? ഉയരത്തിൽ നിന്ന് ജനിക്കുക, ഉന്നതത്തിൽ നിന്ന് പിറവിയെടുക്കുക, പരിശുദ്ധാത്മാവിനാൽ പുനരുജ്ജീവിക്കപ്പെടുക. ഇവിടെ യേശുവിൻ്റെ അടുത്ത് കടന്നു വന്ന ആ പരീക്ഷ പ്രമാണിയായ നിക്കോദീമോസ് വളരെ ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ദൈവരാജ്യത്തെ കാത്തിരുന്നവനായിരുന്നു. മശിഹായുടെ രാജ്യം വരണം. ടു അപ്പിയർ ഇൻ എക്സ്റ്റേണൽ പോംപ് ആൻഡ് പവർ. ഇവിടെ ഇതാ അവൻ യേശുവിനെ കാണുന്നു. യേശു ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. വളരെയധികം സംശയങ്ങളുമായിട്ടായിരിക്കണം ഈ പരീക്ഷ പ്രമാണി യേശുവിൻ്റെ അടുത്ത് കടന്നു വന്നത്. അവൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ്
യേശുവിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു. എന്താണ് അവൻ പറഞ്ഞത്? റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയൊക്കെ യേശുവിനോട് ഈ നിക്കോദീമോസ് പറയുകയാണ്. യേശു അത് ഗൗനിച്ചില്ല. യേശു അവനോട് പറയുകയാണ്, തികച്ചും വിഭിന്നമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന്. ഇവിടെയാണ് വീണ്ടും ജനനത്തിൻ്റെ പ്രസക്തി. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ പുകഴ്ത്തിയാലോ സ്തുതിച്ചാലോ പ്രശംസിച്ചാലോ ഒന്നും കാര്യം നടക്കില്ല. ദൈവം മാനവജാതിക്ക് വേണ്ടി എന്താണ് പ്രവർത്തിച്ചത് അത് നാം ഏറ്റെടുക്കണം, അനുവർത്തിക്കണം. അപ്പോഴാണ് നാം വീണ്ടും ജനിക്കുന്നത്. ഇന്നും ഈ നിക്കോദീമോസിനെ പോലെയുള്ള ധാരാളം നിക്കോദീസുമാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും ആഗ്രഹിക്കുകയാണ്, എങ്ങനെ ഈ ദൈവത്തെ സമീപിക്കാം, എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം, ആരോട് ചോദിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ആരെയാണ് കാണേണ്ടത്? അങ്ങനെ ആവലോടെ കാത്തിരിക്കുന്ന ധാരാളം നിക്കോദീസുമാർ, നിക്കോദേമോസ് ധാരാളമുണ്ട് നമ്മുടെ ചുറ്റും. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, വി മസ്റ്റ് ഹാവ് എ ന്യൂ നേച്ചർ, ന്യൂ പ്രിൻസിപ്പിൾസ്, ന്യൂ അഫെക്ഷൻസ്, ന്യൂ എയിംസ്. നാം മാറ്റപ്പെടണം, പരിവർത്തനം ചെയ്യപ്പെടണം. കൺവേർഷൻ, ട്രാൻസ്ഫോർമേഷൻ, റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. എന്തിനാണ് നാം മാറുന്നത്? നാം മാറേണ്ടത് നാം പാപത്തിൽ നിബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരോടല്ല, നമുക്ക് ചുറ്റുമുള്ള നിക്കോദേമോസ് ധാരാളമുണ്ട്, അവരോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തോടടുക്കുവാൻ കഴിയാതെ വണ്ണം എങ്ങനെ തങ്ങളുടെ പാപം പരിഹരിക്കപ്പെടും എന്നാഗ്രഹിച്ച് ആ ആവലോടെ ആയിരിക്കുന്നവരാണ്. സങ്കീർത്തനക്കാരനും പറയുന്നു, സങ്കീർത്തനം 51:5, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇവിടെ ആ ജനന പ്രക്രിയയെപ്പറ്റിയല്ല പരാമർശിച്ചിരിക്കുന്നത്, മനുഷ്യൻ്റെ പാപപങ്കിലമായ അവസ്ഥയെപ്പറ്റിയാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. നാം പാപത്തിൽ നിന്ന്, ആ ജന്മപാപത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. വിടുതൽ പ്രാപിച്ച് we have to partake of a divine nature to bear the image of the heavenly. നമുക്കറിയാം എത്രമാത്രം പാപാവസ്ഥയിലാണ്, അഴിമതിയിലാണ്, ദുർമാർഗത്തിലാണ്, ചീഞ്ഞു നാറിയ അവസ്ഥയിലാണ്, ദുർനടപടികളിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അവർ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ നിന്ന് എത്രമാത്രം വ്യതിചലിച്ചാണ് ജീവിക്കുന്നത്. They are born of the flesh, corporeal and corrupt. They must be born again with the Holy Spirit working like water. വെള്ളത്തെ പോലെ, ഇവിടെ ഹോളി സ്പിരിറ്റിനെ
താദാത്മ്യം ചെയ്തിരിക്കുന്നത് വെള്ളത്തോടും അഗ്നിയോടുമാണ്. We have to be born again with the Holy Spirit, as with water and as with fire. ഇവിടെ വെള്ളവും അഗ്നിയും എന്താണ് സഹോദരങ്ങളെ ചെയ്യുന്നത്? അത് രണ്ടും മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. വെള്ളിയും പൊന്നുമൊക്കെ അഗ്നിയിൽ കൂടെയാണ് ശോധന ചെയ്യപ്പെടുന്നത്. Water sanctifies, cleanses, purifies, washes, takes away dirt and filth. ഇവിടെ ഇക്കാര്യത്തെപ്പറ്റി തന്നെയാണ് തീത്തോസ് സംസാരിക്കുന്നത്. ചാപ്റ്റർ 3 വേഴ്സ് 5. നമുക്ക് നോക്കാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. വെള്ളം കൊണ്ട് നമ്മെ കഴുകുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ ആവാസത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വീണ്ടും പറയുന്നു 1 Corinthians 6:11, You were washed, you were sanctified, you were justified in the name of the Lord Jesus Christ and by the Holy Spirit. The Holy Spirit is compared to water and fire. Those who are born from above are said to be born of water. This is later on signified by water baptism. എന്താണ് ജലസ്നാനം? This is the visible sign of that spiritual grace. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കപ്പെടുന്നു. അത് പരിശുദ്ധാത്മാവ് ജലം നമ്മെ കഴുകുന്നത് പോലെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ആ വിസിബിൾ സൈനാണ്. വിസിബിൾ സൈൻ ഓഫ് ദാറ്റ് സ്പിരിച്വൽ ഗ്രേസ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കമ്പയർഡ് ടു വിൻഡ്. നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നീ അറിയുന്നില്ല. നീ അതിനെ കാണുന്നില്ല, പക്ഷേ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. നിക്കോദീമോസിനോട് അത് നമുക്ക് അതുപോലെ വായിക്കാം. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. വേഴ്സ് 5 ആണ്. അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. അതാണ് യേശുവിനോട് പറഞ്ഞത്. ആത്മാവിനാൽ ജനിക്കുന്നവനെല്ലാം അതുപോലെയാകുന്നു. അതായത് ഹോളി സ്പിരിറ്റ് വർക്ക്സ് മിസ്റ്റീരിയസ്ലി. നമുക്കറിയില്ല. നാം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവാണ് ബാക്കി കാര്യം നോക്കുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടം പോലെ നമ്മിൽ ഫലമുളവാക്കും. വ്യക്തമായ ഫലങ്ങൾ നമുക്ക് തെളിവായി തന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിശക്തിയായി മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നു.
ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, വസ്തുതകൾ ഒരു ജഡീകനായ മനുഷ്യന് അഗോചരമാണ്. അവന് മനസ്സിലാകില്ല. അവ അൺഇൻ്റലിജിബിൾ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയാണ് അതവന് തോന്നുന്നത്. അതുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിൻ്റെ ആ ആവാസത്തെ, ആ പ്രവൃത്തിയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഹി ക്വസ്റ്റ്യൻസ് ദ ട്രൂത്ത് ഓഫ് ഇറ്റ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, ആ മിസ്റ്റീരിയസ് വേർഡ്സ് അവൻ്റെ ബുദ്ധിക്കും കഴിവിനും ഒക്കെയും അതീതമാണ്. അവൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അത് അളക്കുവാൻ കഴിയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നിക്കോദീമോസിനോട് യേശു പറഞ്ഞപ്പോൾ, ഒന്നും അറിയാത്തവനെ പോലെ ഈ നിക്കോദീമോസ് യേശുവിനോട് ചോദിക്കുന്നു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന്. യേശു അവനോട് ചോദിച്ചു, നിക്കോദീമോസേ, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? Are you a master in Israel, a teacher, a tutor, one who sits in Moses' chair, and yet not only acquainted with the doctrine of regeneration, but also incapable of understanding it? നിക്കോദേമോസ് ഇത് മനസ്സിലാക്കണമായിരുന്നു. അവൻ്റെ പ്രാമാണിക ഗ്രന്ഥമായ തോറായിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അവനെന്നും തിരുവെഴുത്തുകൾ വായിക്കുന്നവനാണ്, പഠിക്കുന്നവനാണ്, പഠിപ്പിക്കുന്നവനാണ്. അവൻ ഉപദേഷ്ടാവാണ്, റബ്ബിയാണ്. എന്നിട്ടും ഇതറിയുന്നില്ലയോ എന്നാണ് യേശു നിക്കോദീമോസിനോട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. The book of Ezekiel chapter 18 verses 30b, 31 and 32. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങളുടെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവീൻ. റിപ്പന്റ്, ടേൺ അവേ ഫ്രം ഓൾ യുവർ ഒഫൻസസ്, then sin will not be your downfall. Rid yourselves of all the offenses you have committed, and get a new heart and a new spirit. Why will you die, O house of Israel? For I take no pleasure in the death of anyone, declares the sovereign Lord. Repent and live. എത്ര വ്യക്തമായിട്ടാണ് അവരുടെ തിരുവെഴുത്തുകളിൽ ഇത് എഴുതിയിരിക്കുന്നത്. Again, in chapter 36, verses 25 to 29. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. എത്ര വ്യക്തമായിട്ടാണ് തിരുവചനത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകൻ
ഇതെല്ലാം അവരോട് പ്രവചിച്ചിരിക്കുകയാണ്. അവരിത് വായിച്ചപ്പോൾ ഇത് ഗ്രഹിക്കണമായിരുന്നു, ഇത് പഠിക്കണമായിരുന്നു, പഠിപ്പിക്കണമായിരുന്നു. നാം പുതുതായി ജനിക്കുവാൻ അഥവാ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലായിരിക്കുവാൻ എങ്ങനെയാണ് നമ്മിൽ തന്നെ സമൂലമായ ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തേണ്ടത് എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. സെറ്റ് യുവർ ഹാർട്ട്സ് ഓൺ തിങ്സ് എബവ് where Christ is seated at the right hand of God. Set your minds on things above, not on earthly things. For you died, and your life is now hidden with Christ in God. When Christ, who is your life, appears, then you also will appear with him in glory. അതുകൊണ്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തമാണ് ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നിരുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. വേഴ്സ് 9. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെയാണ് നാം ധരിക്കേണ്ടത്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പ്രിയ സഹോദരങ്ങളെ, ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാണ് സമാധാനമുള്ളത്. തിരമാലകൾ കണക്കെ ദുഃഖങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോഴും ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നാം വീണ്ടും ജനിച്ചവരാണെങ്കിൽ നദി പോലെ ദൈവത്തിൻ്റെ സമാധാനം നമ്മെ എതിരേൽക്കും. When sorrows like sea billows roll, peace like a river attends our ways. അവിടെ മാത്രമാണ് പ്രത്യാശയുള്ളത്, സ്വസ്ഥതയുള്ളത്, എല്ലാം ശുഭമായിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. നമുക്ക് പാടാം, പീസ് ലൈക്ക് എ റിവർ. When peace like a river attendeth my way, when sorrows like sea billows roll, whatever my Lord thou hast taught me to say, it is well with my soul. It is well with my soul. It is well, it is well with my soul. Oh, Satan should buffet, though trial should come, let this blessed assurance control, that Christ has regarded my helpless estate, and has shed
soul. It is well, it is well with my soul. My sin, oh, the bliss of this glorious thought. My sin not in body, but the heart is nailed to the cross, and I bear it no more. Praise the Lord, praise the Lord, oh my soul. It is well with my soul. It is well, it is well with my soul. For me be it Christ, be it Christ hence to live. If Jordan above we shall roll, no pang shall be mine, for in death as in life thou wilt whisper thy peace to my soul. It is well with my soul. It is well, it is well with my soul. But Lord, 'tis for thee, for thy coming we wait. The sky, not the grave, is our God. O trump of the angel, O voice of the Lord, blessed hope, blessed rest, oh my soul. It is well with my soul.